ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവരുടെയും ജോലിയൊക്കെ രാവിലെ കഴിഞ്ഞോ? എല്ലാവരും രാവിലെ ജോലി കഴിഞ്ഞ് കുളിച്ചോ? പ്രാർത്ഥിക്കാനിരിക്കുവാണോ? ഞാനാണെങ്കിൽ രാവിലെ ആരൻ പോയി കഴിഞ്ഞപ്പം മുഖത്തും കയ്യിലും കാലും ഒക്കെ നമ്മൾ ആസ് യൂഷ്വൽ എണ്ണയൊക്കെ തേച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും വീഡിയോ കാണല്ലേ പ്ലീസ്, കാല് പിടിച്ച് പറയാം. പിന്നെ ഒന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ചക്കയരക്ക് പറ്റിയ കത്തി ചൂടാക്കിയിട്ട് ഒരു പേപ്പറോ തുണിയോ വെച്ച് ഇങ്ങനെ ഒന്ന് ചുമ്മാ തൊട്ടാൽ മതി, പൊക്കോളും. അജിതാസ് വെറൈറ്റി വ്ളോഗ് പറഞ്ഞ അജിത നായർ. അയ്യോ, പിന്നെ ഇന്നലെ ഞാൻ എല്ലാവരുടെയും യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെയൊക്കെ പേര് പറഞ്ഞില്ലേ. പക്ഷെ ഞാൻ ഇന്നലെ ബിജീസ് കിച്ചൺ, മുംബൈയിൽ ഉള്ള ബിജീസ് കിച്ചൺ, സുപ്രിയ വ്ളോഗ്സ്, പിന്നെ ഒത്തിരി പേരുടെ പേര് പറയാൻ മറന്നുപോയി. പിന്നെ നേരത്തെ ഇപ്പം അവരൊന്നും വീഡിയോ കാണുന്നില്ല, അതായത് കമന്റ് കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ മുംബൈ അച്ചായൻസ്, റാണി ജോസ്, ഇവരൊന്നും ഇപ്പൊ വീഡിയോ കാണുന്നില്ല. പിന്നെ അങ്കമാലി ചേച്ചി ഒന്നും വീഡിയോ കാണുന്നില്ല. അങ്കമാലി രുചികൾ, അവരൊക്കെ പണ്ട് നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ രത്നം വേൾഡ് അതിപ്പോഴും കാണുന്നുണ്ട്. പിന്നെ ഹസീന, പിന്നെ നമ്മുടെ ഓർഗൻ ലൈഫ്, അവരൊന്നും ഇപ്പൊ വീഡിയോ കാണുന്നില്ല. ഓർഗൻ ലൈഫ് ഇടയ്ക്ക് കാണും. അപ്പോൾ ഞാൻ ചിലരുടെ പേര് പറഞ്ഞു, ചിലരുടെ പേര് പറഞ്ഞില്ല. ഇതുണ്ടോ, ഞാനിപ്പോൾ കുറച്ചു നേരം ചൂടാക്കിയില്ലേ, അതുകൊണ്ട് ഇച്ചിരി കരിഞ്ഞ്. അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ തൊടുമ്പോഴേ മുഴുവൻ പോകും കേട്ടോ. ഫുള്ളും പോയി. പിന്നെ കത്തിയുടെ മൂർച്ച കുറയുമെന്നാണ് പറയുന്നത്. ഇതാണ് ഇന്നലെ അവിയലും വെച്ചു, ബീട്രൂട്ടും മെഴുക്കുവരട്ടിയും വെച്ചു. പിന്നെ പുളിശ്ശേരി ഇരിപ്പുണ്ട്, രസം ഇരിപ്പുണ്ട്. അയ്യോ, മത്തി ഇനിയിപ്പം അന്ന് നമ്മൾ മേടിച്ചില്ല, അതിനകത്ത് മത്തിയും പിന്നെ ഇച്ചിരി മത്തിയും കൂടെ ഇനി ഇരിപ്പുള്ളൂ. അല്ല, ചൂര പിന്നെ വെട്ടി കഷ്ണാക്കി വെച്ചിരിക്കുമല്ലേ, അത് ആരെണ്ണ സാൻഡ്വിച്ചിന്. നാളെ ശനിയല്ലേ, അവധിയല്ലേ, നാളെ ഉണ്ടാക്കി കഴിച്ചോളൂ. പിന്നെ ഇച്ചിരി കക്കാർച്ച് ഒലർത്തിയത് ഇരിപ്പുണ്ട്, അത് ഇന്നെടുത്ത് തീർക്കണം. ആരൻ്റെ ചിക്കനൊക്കെ തീർന്നേ കണ്ടോ. സൂപ്പറാ. ഇനി ഇത് കഴുകിയിടണം. മുറം ചക്കപ്പഴം ഫുള്ള് അല്ല, ഫാദറിന് വെച്ചിട്ടുണ്ട്, അമ്മയ്ക്കും അപ്പനും വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അനീതി, തെങ്ങണായിൽ അനീതി, ഇന്നലെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് അവിടെ ഇട്ടിട്ടുണ്ട്. ചക്ക വെച്ചേക്കണം, അവൾക്ക് ഒരു ചോറ്റുപാത്രത്തിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അവൾ ഞായറാഴ്ച വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ തറവാട്ടിൽ എൻ്റെ വീട്ടിൽ വരും, ഇവിടുന്ന് 1 കിലോമീറ്റർ. അപ്പോൾ അവൾക്ക് കൊടുത്തേക്കാൻ പറഞ്ഞ, അമ്മയുടെ കൊടുത്താൽ മതി, അമ്മ കൊടുത്തോളൂ. ചിലപ്പോഴാണ് ഇതുവഴി കയറിയേ പോകത്തുള്ളൂ. ഇതുവഴി അങ്ങ് പോവാം അവൾക്ക്. ചങ്ങനാശ്ശേരി. ഇനി മുറം ഒന്ന് കഴുകണം. 1 or 2 പാത്രമുണ്ടേ, അത് കഴുകണം. അപ്പം ഇന്ന് നമുക്ക് ചോറ് ഇപ്പോൾ വാർക്കും. പിന്നെ പോക്കറ്റ് ഫോണൊക്കെ ഇടാം. കോഴിയെ രാവിലെ ഇറക്കി ഇതിലെല്ലാം നടന്ന് കൊത്തി തിന്നു. പിന്നെ കോഴിക്ക് വെള്ളവും തീറ്റയും കൊടുത്തു. മുറ്റം തൂക്കില്ല, തൂക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, കഴിച്ചിട്ട് മുറ്റം തൂക്കാന്ന് വെച്ചാൽ അപ്പോൾ കഴിച്ചതങ്ങ് ഉരുകിപ്പൊക്കോട്ടെ. പിന്നെ വേറെ എന്തുവാ, ഇതൊന്ന് കഴിയണം. ചോറിന് കറി പിന്നെ അവിയലുണ്ട്, ബീട്രൂട്ട് മെഴുക്കോട്ടിയുണ്ട്, രസമുണ്ട്, പുളിശ്ശേരിയുണ്ട്. അപ്പോൾ വേറെ എന്ന് പറഞ്ഞാൽ മത്തി എടുത്തിട്ട് ശകലം പീര വെക്കണം. ബാക്കി ഫുൾ ആരന് വേണ്ടി അരച്ചു പറ്റി വെക്കണം. നാളെ ശനിയല്ലേ, അപ്പോൾ എന്തെങ്കിലും പുള്ളിക്ക് വറുത്ത എന്തെങ്കിലും ഇങ്ങനെ വേണം. ചിക്കൻ തീർന്നു പോയേ, ഇന്നലെ വൈകിട്ടും കൊണ്ട് തീർന്നു. ചിക്കൻ ഇനി കുറച്ച് ദിവസത്തേക്ക് മേടിക്കുന്നില്ല. അതായത് ഈ മാസം ഇപ്പോൾ തീരാറായില്ലേ, മേടിക്കുന്നില്ല. ഇനി അടുത്ത മാസം മതി. മുട്ടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മീനിടയ്ക്ക് മേടിക്കേണ്ടി വരും പുള്ളിക്ക്. നെയിലൊന്നും ഇല്ലാതെ പറ്റത്തില്ല. ആ പരീക്ഷയല്ലേ, നന്നായിട്ട് കഴിപ്പിക്കണ്ടേ. പിന്നെ ഈ ശനിയാഴ്ച ഞായറാഴ്ച വീട്ടിലിരിക്കുമ്പോൾ പുള്ളിക്ക് നല്ലതായിട്ട് നെയിലൊക്കെ ഒന്ന് വേണം, കൊടുക്കണ്ടേ. നാളെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി തന്നെ കഴിച്ചോളും. പക്ഷെ തന്നെ കഴിക്കാനായിട്ട് പുള്ളിക്ക് സമയമില്ല, ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഒത്തിരി പേരുടെ പേരൊക്കെ പറഞ്ഞിട്ട് സുപ്രു എന്നോട് ചോദിച്ചു, എൻ്റെ പേര് പറഞ്ഞില്ല ഒന്ന്. സുപ്രുവിൻ്റെ പേര് സുപ്രിയ വ്ളോഗ്സ്, എല്ലാവരും കാണണം, നല്ലതാട്ടോ. പിന്നെ സുപ്രുവിൻ്റെ പേര് പറഞ്ഞില്ല. ബിജീസ് കിച്ചണൊക്കെ ഒത്തിരി എനിക്ക് വേണ്ടി പിന്നെ ബിജീസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എണ്ണ തേച്ച് നിൽക്കുക, രാവിലെ കുളി കഴിഞ്ഞില്ലല്ലോ, മുഖത്ത്, കയ്യേല്, കാലേല്. എന്നിട്ട് ഇതെല്ലാം ജോലിയും തീർന്നിട്ടേ കുളിക്കുള്ളൂ, അല്ലെ പിന്നെ വേർക്കും. ഒരു 10 മണിയൊക്കെ ആവും.
പിന്നെ വേറെന്താ, ബിജീസ് കിച്ചൺ പുള്ളിക്കാരിയുടെ വീഡിയോയിൽ നിരന്തരം പറയുമായിരുന്നു കേട്ടോ. എന്നെ മുംബൈയിലാണ് അവർ താമസിക്കുന്നത്. നിരന്തരം പറയുമായിരുന്നു ജോമാസ് വേൾഡിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ജോമാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒക്കെ കാണണം, പുള്ളിക്കാരത്തിക്ക് മോണിറ്റൈസേഷൻ ആയില്ല, അപ്പോൾ സങ്കടമാണെന്നൊക്കെ കേട്ടോ. അപ്പോഴാണ് ഈ ജയാസ് വെറൈറ്റി, അജിത നായർ വെറൈറ്റി, പിന്നെ ഈ ബിജീസ് കിച്ചണും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന്, ഞാൻ 500 താഴെ നിൽക്കുമായിരുന്നു കേട്ടോ, 500 താഴെ, അതായത് ഒരു 300-ലൊക്കെ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് എനിക്കിപ്പം 4500 ഇന്നലെ ആയി, 4500 വരെ അത് ആയത് ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട്. പിന്നെ എൻ്റെ അഹങ്കാരം, ഞാൻ വീഡിയോ എടുത്തേ ഇല്ലല്ലോ. ഇട്ടാൽ തന്നെ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ഭയങ്കര സ്പീഡ് ഊട്ടിയിട്ടതാണ് ഞാൻ. എല്ലാം അറിയാം, 35-38 മിനിറ്റ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കാണത്തില്ല, വെറുതെ എന്നെ ചീത്ത വിളിക്കുക. അപ്പോൾ ഞാൻ ഒത്തിരി സ്പീഡിൽ അങ്ങ് ഇട്ടേക്കാന്ന് വെച്ച് 1:50 ഇട്ട് അങ്ങ് സ്പീഡാക്കി ഞാൻ അങ്ങ് വെച്ചു. എന്നറിയാവോ, എന്നിട്ട് ഒരു മോൾ എന്നോട് ചോദിച്ചു ഇത്ര സ്പീഡിൽ എങ്ങനെ ഇതെല്ലാം കൂടെ പറയാൻ ഓർത്തിരിക്കുന്നത്. ഞാൻ സ്പീഡ് കുറച്ച് സാധാ ഇതുപോലെ സംസാരിച്ച്, പക്ഷേ സ്പീഡ് കൂട്ടിയിട്ട വീഡിയോ ഇട്ട്, അല്ലെങ്കിൽ എന്നിട്ട് തന്നെ 20 മിനിറ്റ് ഉണ്ടായിരുന്നു. അല്ലെ നിങ്ങൾ എന്നെ ചീത്ത പറയത്തില്ല. പിന്നെ അത് തന്നെയല്ല, അടുക്കള, മറ്റേ അടുക്കള, ഇത് വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിലും ഗ്യാസ് അടുപ്പുണ്ട്, അകത്ത് മറ്റേ നമ്മുടെ വിറകടുപ്പും ഉണ്ട്, ഒരു ഗ്യാസ് അടുപ്പും ഉണ്ട്. അവിടെ എല്ലാ സൗകര്യമുണ്ട്, പക്ഷേ സിങ്ക് മാത്രം ഇവിടെ. അപ്പോൾ എനിക്ക് സിങ്ക് ഇവിടെ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ പാചകം ചെയ്യുന്ന ഇഷ്ടം. അത് തന്നെയല്ല, ഇവിടെ ഇങ്ങനെ വെട്ടവും വെളിച്ചമുണ്ട്, നമ്മളെ പുറത്തോട്ടൊക്കെ നോക്കി നമുക്കിങ്ങനെ പാചകം ചെയ്യാമല്ലോ. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇഷ്ടം. സിങ്ക് ഉള്ളപ്പം പെട്ടെന്ന് എടുക്കുന്ന അപ്പോൾ കഴുകുക. അത് തന്നെയല്ല, അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ഇല്ലേ, അവിടെ തറയൊക്കെ അഴുക്കാകത്തില്ലേ, അതാണ് എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ അവിടെ ചെയ്യത്തില്ല. വെളുപ്പിനെ വല്ലതും എഴുന്നേൽക്കുമ്പോൾ കൊതുക് അടിക്കാതെ കട്ടൻ കാപ്പിയോ പാലോ കുടിക്കാനുള്ള വെള്ളമൊക്കെ അവിടെ ചെയ്യത്തുള്ളൂ. വെളുപ്പിനെ എഴുന്നേൽക്കുവാണെങ്കിൽ. ഞാൻ 6 മണി കഴിഞ്ഞല്ലേ എഴുന്നേൽക്കുന്നത്. പിന്നെ വേറെ എന്തോ പറയാം. അപ്പോൾ അത് ഇന്നലത്തെ വീഡിയോയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ലായിരുന്നു. എനിക്ക് തന്നെ ദേഷ്യം വന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ദേഷ്യം വരികയല്ലോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ പ്രായത്തെ ബഹുമാനിച്ചെങ്ങാണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്ന, അല്ലെ എന്നെ ചീത്ത വിളിച്ച്, പിന്നെ ഒരു പെണ്ണാണല്ലോ, ഒരു അമ്മച്ചിയാണല്ലോ നോർത്തെങ്ങാണ്ട് ചീത്ത വിളിക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ചീത്ത വിളിച്ച് മുടിപ്പിച്ചേനെ. ഞാൻ വല്ല ചെറുപ്പക്കാരിയായിരുന്നെങ്കിൽ. എന്നിട്ട് അപ്പോൾ എനിക്ക് ഇന്നലെ വിഷമമായിരുന്നു. നിങ്ങളെ ഞാൻ കബളിപ്പിക്കുന്ന പോലെ ഇരുന്നില്ല. ഒട്ടും ഒരു ലൈറ്റിൻ്റെ അടിയില്ല ഫോൺ വെച്ച്, പക്ഷേ എന്തോ ഒരു ഇരുളിമയായിരുന്നു. എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ചക്ക വേവിച്ചില്ല ഞാൻ. ചക്ക ഞായറാഴ്ച വേവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ബീഫ് വാങ്ങിച്ചു, നല്ല കൊഴുപ്പുള്ള ബീഫ്. നാളെ എനിക്കും 6 കൂടെ ഉച്ച കഴിയുമ്പോൾ ഇറങ്ങി മണർകാട് കളത്തിപ്പൊടി കിട്ടും. കളത്തിപ്പൊടി നല്ല ബീഫ് കിട്ടും. മണർകാട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ പോയി വാങ്ങിച്ചിട്ട് ഞായറാഴ്ച ഞങ്ങൾക്ക് ഉച്ച കഴിയുമ്പം ചർച്ചയിൽ നിന്നൊക്കെ വന്നിട്ട് ചക്കയും വേവിച്ച് ബീഫും കറി വെക്കാമെന്ന് വിചാരിക്കും. ഞാൻ കടലാസി പൊതിഞ്ഞ്, ആ ഫുൾ ചക്കയോടെ കടലാസി പൊതിഞ്ഞ്. ഈ കോഴി ഒന്നും കേൾപ്പിക്കത്തില്ലെന്ന്, എന്തിനു ഈ ഒച്ച വെക്കുന്നത്? ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക, അന്നേരം അവിടെ ഇരുന്നോളും. എൻ്റെ അമ്മ വേവിക്കാൻ വേണ്ടി, അമ്മയ്ക്ക് ഇച്ചിരി പിന്നെ ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പം ചക്ക എത്ര കിട്ടിയാലും അപ്പോഴേ എടുത്ത് ഫുള്ള് അത് ശരിയാക്കി വേവിക്കുന്നതാണ്. പക്ഷെങ്കിൽ അമ്മയ്ക്ക് മേലായിരുന്നു. അത് കാരണം അമ്മ ചക്ക അവിടെ അങ്ങ് വെച്ചു. അത് പഴുത്തു. വൈകുന്നേരം മുറിച്ച് നോക്കുമ്പോൾ പഴുത്തു. എന്നിട്ട് എന്നോട് ഇന്ന് രാവിലെ 6 മണിക്ക് ഞാൻ അമ്മേനെ വിളിച്ചപ്പം പറയും ചക്ക ഫുള്ള് തീർത്തതെന്ന്. ഞാൻ പറഞ്ഞു തന്നെ 2 പേരും, എൻ്റെ അപ്പനമ്മയെ മാത്രമേ ഉള്ളൂ, 2 പേരും കൂടെ ഫുള്ള് തീർത്തോന്ന് ചോദിച്ചു. പിന്നെ ഞാനിവിടെ അപ്പനമ്മയ്ക്ക് എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഒരു കോന്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിക്കും വെച്ചിട്ടുണ്ട്. ഞാനാ ഇവിടെ ഫുള്ള് തീർത്തത്. പിന്നെ ആരണ്ണും കുറച്ചൊക്കെ കൊടുത്തു കേട്ടോ. ആരണ്ണ ഒത്തിരി ഇഷ്ടമല്ല, എന്നാലും നല്ല റെഡ് കളറിലെ ആരണ്ണ അവൻ കഴിച്ചു. ആരണി ചക്കയും കപ്പയൊന്നും വലിയ ഇതില്ല. പക്ഷെ ഇപ്പം കഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉണക്കമീൻ ഒന്ന് കൂട്ടിപ്പിക്കണ്ട. ആയുസി കൂട്ടിയിട്ടില്ല. ഇത്രയും പ്രായമായിട്ട് അവന് ഉണക്കമീൻ കൂട്ടിയിട്ടില്ല. ഉണക്കമീൻ അവന് ഭയങ്കര ഉപ്പായതുകൊണ്ടായിരിക്കും. പിന്നെ രുചിയില്ല. പിന്നെ ആ കടിച്ചൊക്കെ കൂട്ടാനൊന്നും, ഞുള്ളിയല്ലേ കൂട്ടുന്ന പച്ചമീൻ, ഇത് ഞുള്ളാൻ പറ്റത്തില്ലല്ലോ. അവൻ ഇന്ന് വരെ ഉണക്കമീൻ കൂട്ടിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സാമ്പാറും ഉണക്കമീനും വേറെ എന്തും കൂടെ കുഴച്ചേച്ച് അങ്ങോട്ട് വായിലോട്ട് കയറ്റി കൊടുത്തു. അന്നേരം പറയും ഏതോ ഒരു കറിക്ക് ഭയങ്കര ഉപ്പ് തോന്നുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഒരു കറിക്ക് ഉപ്പില്ല, എല്ലാം പാകത്തിന് ഉപ്പാണ്. പക്ഷേ ഇച്ചിരി ഉണക്കമീൻ ഇങ്ങനെ വെക്കുക. മറ്റേ ഒട്ടിച്ച് നിന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങ് വിഴുങ്ങി പുള്ളിക്ക് ഉണക്കമീൻ എന്നാന്ന് അറിയത്തില്ല. ഉണക്കമീൻ ഇഷ്ടമല്ല. പക്ഷേ എനിക്കൊക്കെ എന്നാ ജീവനാണെന്നറിയാവോ. അങ്ങനത്തെ ഒരു സ്വഭാവം ആരുണ്ട്, ഉണക്കമീൻ കൂട്ടത്തില്ല. അയ്യോ രസമുണ്ട്. പഠിക്കാൻ ഒത്തിരി ഉണ്ടെന്നേ. അത് കാരണം അസൈൻമെന്റ് ഒത്തിരി ഇനിയും കിടക്കുന്നതെന്ന്. എഴുത്ത് കാരണം ഒന്ന് കുത്തിയിരുന്ന് അവൻ്റെ കൂടെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് എഴുത്തൊന്ന് തീർന്നിട്ട് വേണ്ടേ. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണേ. ആരൻ്റെ വേണ്ടി മാത്രമല്ല, ഈ ലോകത്ത് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും എഴുതുന്ന ഫുൾ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഈ ആരൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ എല്ലാ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പിന്നെ എന്തുവാ പറയാനുള്ളത്? അപ്പോൾ നമുക്കിന്ന് ആ മത്തി പീരയും വെക്കും, മത്തി വറക്കാനും അരച്ചു വരട്ടും. ഇതേ ഉള്ളൂ പണി. ഇനി ഈ പാത്രം കഴുകും. പിന്നെ എന്തുവാ, പാത്രം കഴുകും, എല്ലാം ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി എല്ലാം കഴിഞ്ഞിട്ട് പോയി കുളിക്കുക, പോയിരുന്ന് പ്രാർത്ഥിക്കുക. ഇന്നാണ് ചർച്ചിൽ പോകേണ്ട ദിവസം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജൂണിലല്ലാതെ ഇടദിവസങ്ങളിൽ പോകുന്നില്ല. പിന്നെ ജൂൺ തൊട്ടേ ഇടദിവസങ്ങളിൽ പോക്ക് തുടങ്ങത്തുള്ളൂ. അതുവരെ എനിക്ക് വീട്ടിലെ കാര്യം ക്രമീകരിച്ചിട്ട് ഫ്രീ ആയിട്ട് ആരനെ പഠിപ്പിക്കാനൊക്കെ വൈകുന്നേരം ആരൻ വരുമ്പോൾ റെഡി ആകണം. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു അസുഖം വരാതെ, ക്ഷീണമൊന്നും ഇല്ലാതെ എല്ലാം ചെയ്യുക. എന്നാലല്ലേ നമുക്ക് അവൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറയാം, വീഡിയോ
ചോറ് വറുക്കാറേ. പിന്നെ വീഡിയോ നമ്മളുടെ ഇതിൻ്റെ മൈലാഞ്ചി ക്ഷമാനിഹാർ എല്ലാവരും വാങ്ങിച്ച് അത് ഉപയോഗിച്ചു. ഇനിയിപ്പോൾ പുതിയ നരകളൊന്നും വരത്തുമില്ല. ഉള്ള നര ആ ഡാർക്ക് ബ്രൗൺ ആയിട്ട് അവിടെ ഇരുന്നോളും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും വേറെ ഒന്നും മേടിച്ച് ഇനി കാശ് കളയേണ്ട. ഡൈയും വേണ്ട, വേറെ ഒറ്റ പരിപാടികളും വേണ്ട. ക്ഷമാനിഹാർ മാത്രം മതി. നീലേമരിയും മറ്റേ ഞാൻ ബൃംഗരാജും ഒക്കെ തേച്ചില്ല, അതുപോലെ ഒന്നും മേടിച്ച് കാശ് കളയേണ്ട. എനിക്ക് പിന്നെ ഇത് മേടിച്ച് പോയില്ല, അപ്പം അത് തേച്ച് തീർക്കണ്ട, അതുകൊണ്ട് തേക്കുന്നതേ ഉള്ളൂ. പിന്നെ ബൃംഗരാജ് കഴിഞ്ഞില്ല, അതുകൊണ്ട് മുടി വളരുന്നതുകൊണ്ട് ഞാൻ ഓർത്തു അതങ്ങ് തേച്ചങ്ങെല്ലാം തീർത്തേക്കാം, മേടിച്ച പൊടികളൊക്കെ അങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇനി മുഖത്ത് ഒരു സംഗതി പണ്ടങ്ങാണ്ട് നിങ്ങളെ ഏതാണ്ട് കാണിച്ചല്ലേ, എത്ര നാളായി, 3-4 മാസമായി തോന്നല്ലേ മുഖത്ത് ഏതാണ്ട് തേച്ചതും. പിന്നെ തേച്ചിട്ടേ ഇല്ല. ഈ എണ്ണ ഇങ്ങനെ രാവിലെ തേക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മുഖത്ത് എന്തെങ്കിലും ഇന്നൊന്ന് നമുക്ക് എന്തെങ്കിലും അത് പറഞ്ഞപ്പോഴേ ഓർത്ത്, ഇന്ന് വെളുപ്പിനെ ഞാനിങ്ങനെ എഴുന്നേറ്റ് പോകണമെന്നായിരുന്നു. വെളുപ്പിനെ എഴുന്നേറ്റപ്പോൾ ഞാനിങ്ങനെ എഴുന്നേറ്റ ഉടനെ നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉറക്കം തൂങ്ങിയാണേലും ഇങ്ങനെ കണ്ണടിച്ചുകൊണ്ടാണേലും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കത്തില്ലേ. അപ്പം അത് പറഞ്ഞപ്പോഴേ ഓർത്ത്, ഇന്നലെ സുപ്രു പറയാവേ അതിന് അന്നേരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഉണന്നാന്നേലും നമ്മളിങ്ങനെ കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ഇല്ലേ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ കിടന്നിട്ട് ഞാൻ പിന്നെ എനിക്ക് അങ്ങ് ഉറക്കം പോയേ. ഞാൻ അപ്പോൾ അമ്മയെ വിളിച്ചു, അമ്മേനെ ഫോൺ ചെയ്തു, അപ്പനോടും അമ്മയോടും വെളുപ്പിനെ സംസാരിച്ചു. അവർ പറയാം നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഞാൻ പറഞ്ഞു അല്ല നീ എന്നെ രാവിലെ, ഞാൻ പറഞ്ഞു ഞാൻ ഉണന്നതാണ്. ഈ ശരി, ഉണന്നിട്ട് വെളുപ്പിനെ 4 തൊട്ട് എഴുന്നേറ്റ് ഇവിടെ ജോലി ചെയ്യുന്ന ഞങ്ങളെ നീ ജോലിക്ക് തടസ്സം വരുത്തുവാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതല്ല, ചുമ്മാ വിളിച്ചത്. അപ്പം അമ്മയ്ക്ക് ഇന്ന് ചെക്കപ്പിന് കൊണ്ട് ഓർപ്പിച്ചില്ലെങ്കിൽ അമ്മ പോകത്തില്ലേ, അമ്മ ഹോസ്പിറ്റലിൽ പോക്കെ എന്നെ പോലെ മടിയാ. എൻ്റെ അപ്പനും പോകത്തില്ല കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഹോസ്പിറ്റലിൽ ഭയങ്കര താല്പര്യക്കുറവാണ്. എന്നിട്ടേക്ക് പിന്നെ അന്നേരം അമ്മേനെയൊക്കെ ഫോൺ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പിന്നെ കിടക്കാൻ തോന്നിയില്ല. ഞാൻ ഇത് ഫോൺ എടുത്ത് നോക്കി, ഫേസ്ബുക്കിലാണ് എവിടെയോ ഇങ്ങനെ കണ്ടു, എന്തായിരുന്നു തേനും മറന്നുപോയേ പറയാവേ. അത് ഞാൻ മറന്നുപോയി. ആ വീഡിയോ ഞാനിങ്ങനെ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ഇന്ന് നിങ്ങളെ ആ വീഡിയോ കാണിക്കാവേ. എന്നിട്ട് വേറൊരു കാര്യം, നമ്മുടെ സുപ്രിയ വ്ളോഗ്സിൻ്റെ പാട്ട് ഷോർട്സ്, ഒരു യേശുപ്പച്ചൻ്റെ പാട്ടാണ്. സുപ്രിയയുടെ വീടിൻ്റെ വാതിക്കെ ചർച്ചുണ്ട്, അപ്പോൾ അവിടെ കേൾക്കുന്നതൊക്കെ പഠിക്കുന്നതാണ്. സുപ്രിയ ഇന്നലെ പാടിയ പാട്ട്, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്ര നന്മ. സംഗതി കൈവിട്ടുപോയി, ഒന്നുകൂടെ പാടാം. സുപ്രു ഇന്നലെ പാടി തെറ്റിച്ച്, അതുകൊണ്ടാണ്. എന്നാലും പാടിയല്ലോ യേശുപ്പച്ചൻ്റെ പാട്ട്, സുപ്രു പാടിയല്ലോ. സുപ്രുവിനെ യേശുപ്പച്ചനെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സുപ്രുവിനെ ഒന്നുകൂടെ പാടി കേൾപ്പിക്കുക. സുപ്രു അത് യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ട് ഒന്നുകൂടെ കേട്ട് പഠിക്കണം. സുപ്രുവിൻ്റെ സൗണ്ട് നല്ല കേട്ടോ. സംഗതിയെല്ലാം പോയാ സുപ്രു പാടി, എന്നാലും കുഴപ്പമില്ല, പാടിയല്ലോ. അതാണ് സുപ്രുവിന് ആ വരികളുടെ അർത്ഥം അനുസരിച്ച് സുപ്രു ആ പാടി ആസ്വദിച്ച കേട്ടോ. ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല. സുപ്രുവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സുപ്രു പിന്നെ യേശുപ്പച്ചനെ അനുഗ്രഹിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് സുപ്രുവിന്. എപ്പോഴും മിക്കവാറും ഷോർട്സിലൊക്കെ യേശുപ്പച്ചൻ്റെ പാട്ടൊക്കെ ഇങ്ങനെ വെക്കും. പിന്നെ എപ്പോഴും യേശുപ്പച്ചൻ്റെ കാര്യമൊക്കെ പറയും. ഗോഡ് ബ്ലെസ് യു സുപ്രു. പിന്നെ അപ്പം ഞാൻ ഒന്നുകൂടെ പാടാം. എനിക്ക് മഞ്ഞൊക്കെ ആയതുകൊണ്ട് ഇതായിരിക്കുക. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, എത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. നല്ല പാട്ടാ. ഇത് മൊത്തം സംഗതി പോയി. ഒരു മൂഡ് വരണം. പിന്നെ പ്രാക്ടീസൊക്കെ ചെയ്തില്ലേ കണക്ക. ഒരു മൂടുണ്ടെങ്കിൽ പാടും. ഓക്കെ. അപ്പം നമുക്കേ ഒരു മൈക്ക് വാങ്ങിക്കാൻ പ്രാർത്ഥിക്കണേ. ഒച്ചത്തി സംസാരിക്കുമ്പോൾ തൊണ്ട ഇടറും. മൈക്ക് ഇവിടെ ഇങ്ങനെ കുത്തി വെക്കുവാണെങ്കിൽ പിന്നെ പതുക്കെ പറഞ്ഞാൽ മതി. അപ്പം നമുക്ക് ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന് അങ്ങനെ പാടുമ്പോൾ ഇല്ലേ തൊണ്ട ഇടറത്തില്ല. ഇതിങ്ങനെ വലിച്ചു കീറി പാടുമ്പോൾ തൊണ്ട ഇറങ്ങി ഇടറിപ്പോൾ സംഗതി എല്ലാം പോവും. മൈക്കിന് വേണ്ടി പ്രാർത്ഥിക്കണേ. മൈക്കില്ല. മൈക്ക് ഞാൻ നോക്കിയേ ഓൺലൈനിൽ ഭയങ്കര വില. എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല. യൂട്യൂബിൻ്റെ വരുമാനം പോലും കിട്ടിയിട്ടില്ല. കിട്ടുന്നവർ തന്നെ എത്രയോ ലക്ഷങ്ങൾ കിട്ടാൻ തുടങ്ങുമ്പോഴേ അതൊക്കെ വാങ്ങിക്കുന്നത്. റിംഗ് ലൈറ്റിനകത്ത് നമ്മുടെ ഫോൺ വെക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ എല്ലാം നല്ല ക്ലാരിറ്റി ആയിരിക്കും. പക്ഷേ അതൊന്നും വാങ്ങിക്കാൻ എനിക്കിപ്പോൾ പൈസ ഇല്ല. ഞാൻ ഇച്ചിരി പൈസ കിട്ടി ആരെങ്കിലും ഒക്കെ അങ്ങ് സഹായിക്കും. അതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ ഇരിക്കത്തില്ല. പൈസ ഞാനൊരു ഇച്ചിരി ഒന്ന് മാറ്റി കുടിക്കാലോ എല്ലാം വെക്കുന്നതല്ലാതെ ഇരിക്കത്തില്ല. എനിക്കിങ്ങനെ എല്ലാവർക്കും കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക്
പിന്നെ കൊടുക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല, എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ മരിച്ചു പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വിഷുവിനവധി ക്യാൻസൽ ചെയ്യുന്നു. ആരും മരിക്കാതിരിക്കട്ടെ, മരിക്കണം ഇപ്പോഴൊന്നും വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ അല്ലേ. അല്ല പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഉള്ള സമയത്തുള്ള ജീവിതത്തിൽ ഉള്ള പൈസയ്ക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം. രോഗികൾക്ക് കൊടുക്കണം, പാവപ്പെട്ട ഭക്ഷണം ഇല്ലാത്തവർക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെ ഉള്ളതുകൊണ്ട് എൻ്റെ കയ്യിൽ കാശ് ഇരിക്കത്തില്ല. എന്തിനാ ഒത്തിരി എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി ഐശ്വര്യച്ചും തരണം. അന്നേരം എല്ലാവർക്കും ഇന്ന് ഞങ്ങളുടെ മാസ്റ്റർ ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ ഞങ്ങളൊക്കെ ചാടി പിടിക്കുക അനുഗ്രഹങ്ങൾ അങ്ങനെയാണ്. അതുപോലെ എനിക്ക് പൈസ വാരി എല്ലാവർക്കും കൊടുക്കണം. അതാ എൻ്റെ ഭയങ്കര ആഗ്രഹം. ഞങ്ങളില്ലേ, നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ, ദാരിദ്ര്യം അനുഭവിച്ച. അതുകൊണ്ട് എനിക്ക് എസ് വെക്കും അവൻ. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഇങ്ങനെ സഹതാപ കൊടുക്കണം എല്ലാവർക്കും. എടാ പോടാ നീ, ഒറ്റ ഒരുത്തനെ ഉള്ളേ, ബാക്കി എല്ലാത്തിനെയും കണ്ടിച്ചു. പിന്നെ 15 പേടയാ അവളുമാർക്ക്, ഇവൻ ഒറ്റ ഒരുത്തനെ ഉള്ളു. നല്ല രസമാണ് കാണാനേ. ഞാൻ കാണിക്കാം ഒരു ദിവസം. എന്നിട്ട് ഞാനിവിടെ സംസാരിക്കുന്നതിന് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് അവൻ എപ്പോഴും എന്നോട് മിണ്ടിക്കൊണ്ടിരിക്കണം. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ചെവി ഓർത്ത് അവനെല്ലാം കേട്ട് കണ്ടോ, എന്നെ കൊണ്ട് സംസാരിപ്പിക്കത്തില്ല. അവളെ ചെല്ലണം, അവനുമായിട്ട് സംസാരിക്കണം. ചെവി ഓർത്ത് ഇങ്ങനെ ഇരിക്കും. നല്ല രസമാണ് കാണാൻ. എൻ്റെ യേശുവേ. എന്നിട്ട് ഈ 15 പെണ്ണുങ്ങളെയും കൊണ്ടില്ലേ ഇവൻ ഇങ്ങനെ ഞാൻ അഴിച്ചു വിടുമ്പോയില്ലേ, ഇങ്ങനെ പോയി ഇതുവഴി നമ്മുടെ വണ്ടി ഇറങ്ങുന്ന വഴിയെ കൂടെ പോയി അപ്പുറത്ത് റബ്ബർത്തോട്ടം അല്ലേ, അവൻ അങ്ങോട്ട് പോകാൻ ഇപ്പം ശ്രമിക്കുന്നുണ്ട്. അവനെ ഞാൻ മറ്റേ കമ്പിവടി ഇല്ല തോട്ടി അത് കയറാന്ന് പറഞ്ഞ് ഇങ്ങനെ ഒറ്റ ഇവിടേക്കിട്ട് അടിക്കുവേ. അന്നേരം അവൻ ഓടി എല്ലാത്തിനെയും വിളിച്ചുകൊണ്ട് വാടി എടി പെണ്ണുങ്ങളെ വാടി ജോമാൻ വെച്ച് തല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അതിനകത്തോട്ട് എല്ലാത്തിനെയും വാല കയറ്റിക്കൊണ്ട് എല്ലാ പെണ്ണുങ്ങളും 15 എണ്ണവും കയറി കഴിഞ്ഞിട്ട് അല്ലാതെ ഇവൻ കയറത്തില്ല. എൻ്റെ പൊന്നോ, അവൻ എനിക്കിട്ട് എത്ര പ്രാവശ്യം കുത്തിയെന്നറിയാവോ. ഞാൻ ചെല്ലുമ്പോൾ അവൻ്റെ വിചാരം അവൾമാരെയൊക്കെ പിടിക്കാൻ ചെല്ലുന്നതാണെന്നൊക്കെയാണ്. ഈ എന്ത് മുട്ട വെക്കാൻ ചെല്ലുക, ഭയങ്കര കുത്ത. അപ്പോൾ ഓക്കെ, ഇന്നത്തെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. ഇതുപോലെ പാചകമൊന്നും ഇല്ല. അപ്പോൾ മീൻപീര ചിലപ്പോൾ ഷോർട്സ് ഇടാൻ വേണ്ടി ഞാൻ എടുക്കും, ഷോർട്സിനകത്ത്, അല്ലെങ്കിൽ പിന്നെ ലെങ്ത് ആയിരിക്കും. അപ്പോൾ ശരി, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആരും ഞാൻ പറയാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യണം. ഭയങ്കര മോശം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. 10-23,000 പേര് കഴിഞ്ഞ ദിവസത്തെ ആ ഷമ നിഹാർ മൈലാഞ്ചിപ്പൊടിയുടെ വീഡിയോ കണ്ടു. ഒരെണ്ണം ലൈക്കും ചെയ്യല, കമൻറ്റും ചെയ്യല. അങ്ങനെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. 4200 കിടന്നത് 4500, 1300 പേര് സബ്സ്ക്രൈബ് ചെയ്തു. പക്ഷെ എല്ലാവർക്കും അറിയത്തില്ലാത്തതുകൊണ്ട്, കുറേ പേർക്ക് അറിയത്തില്ല. പിന്നെ ലൈക്കേലൊന്ന് ഞെക്കണം, കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നല്ല വീഡിയോ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. മീൻപീരയുടെ ഷോർട്സ് ഇടാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഭയങ്കര അനുഗ്രഹമായിട്ട് കേട്ടോ. യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ചക്കരമ്മ.